ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് അസിസ്റ്റന്റ് കമ്മീഷണർ ദിനിലാണ്. അദ്ദേഹം ഈ കൊലപാതകം നടക്കുന്ന സമയത്ത്, ഈ കൂട്ടക്കൊല നടക്കുന്ന സമയത്ത് മ്യൂസിയം സർക്കിൾ ഇൻസ്പെക്ടർ ആയിരുന്നു. സാർ, ഇതിപ്പോൾ അന്ന് ആ വീട്ടിൽ ചെല്ലുമ്പോൾ 4 ബോഡികൾ അഗ്നികുണ്ഠമായി കിടക്കുന്നതാണ് കാണുന്നത്. മാത്രമല്ല, ആദ്യഘട്ടത്തിൽ പോലീസ് എങ്ങനെയാണ് ഈ കേതലിനെ ഒരു പ്രതിയായിട്ട് വിലയിരുത്തിയിരുന്നു പ്രാഥമികമായി തന്നെ? ഈ പ്രാഥമികമായിട്ട് നമുക്ക് ഇയാൾ ആണ് എന്നുള്ള ഇതിലല്ല, നമുക്ക് മെസ്സേജ് കിട്ടുമ്പോൾ ഒരു വീട് കംപ്ലീറ്റ് ആയിട്ട് തീപിടിച്ചിരിക്കുന്ന അവസ്ഥയും അത്തരത്തിലുള്ളൊരു, അപ്പോൾ നമ്മുടെ ഒരു ജനറൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് എല്ലാ പേരും അതിനകത്ത് മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ അത് പരിശോധന തന്നെ വളരെ അസാധ്യമായിരുന്നു. പിന്നെ കംപ്ലീറ്റ് കത്തിക്കരിഞ്ഞ് നടക്കുന്നൊരവസ്ഥയിൽ ഈ വീട്ടിലുള്ളൊരു പക്ഷേ എല്ലാവരും മരണപ്പെട്ടിട്ടുണ്ടാകാം എന്നുള്ളൊരു ധാരണയാണ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് അതിൻ്റെ ആരൊക്കെ ഉണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു അവിടെ താമസിച്ചിരുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ നിന്നും അതിലൊരാൾ അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്നുള്ളൊരു ഇംപ്രഷൻ കിട്ടുകയും അയാളുടെ ആ മൂവ്മെൻറ്റ് സസ്പീഷ്യസ് ആയിട്ട് അയൽക്കാരും മറ്റ് ബന്ധുക്കളും ഒക്കെ പറഞ്ഞതിൽ നിന്നാണ് ഈ പ്രതിയിലേക്ക് നമുക്ക് സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് എത്താനായിട്ട് കഴിഞ്ഞത്. പിന്നെ എവിഡൻസ് കളക്ഷൻ്റെ ഭാഗമായിട്ട് അയാളുടെ ലാപ്ടോപ്പ്, ഓൺലൈൻ ട്രാൻസാക്ഷൻസും ഒക്കെ നോക്കി ആ സ്പോട്ടിൽ നിന്ന് കണ്ടിട്ടുള്ളൊരു ഡമ്മി അത് വെട്ടിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്ന അവസ്ഥ, അപ്പോൾ അതിൽ നിന്ന് ഉള്ള ഗെയിമുകളിൽ നിന്ന് എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുകയും ഇയാളുടെ ശരീരത്തിലുണ്ടായിരുന്നിട്ടുള്ള ബേൺസ്, അതിൻ്റെ ഫോറൻസിക് പരിശോധനാ ഫലം, ഇയാളുടെ സബ്സിക്വൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്ക് സർക്കംസ്റ്റാൻഷ്യലി ചെയ്യാനായിട്ട് കഴിയും. പ്രതിയുടെ ആദ്യ മൊഴി എന്ന് പറയുന്നത് കേരളത്തെ ഒന്നാകെ ആശങ്കപ്പെടുത്തിയ ഒരു മൊഴിയായിരുന്നു. ആസ്ട്രൽ പ്രൊജക്ഷൻ എന്ന് പറയുന്ന ഒരു ആഭിചാരക്രിയ, ഒരു സ്വർഗ്ഗപ്രവേശന ആഭിചാരം എന്നൊക്കെ പറയുന്നത്, അത് ഒരു ദുർമന്ത്രവാദിയാണ് തങ്ങളുടെ കൈ കിട്ടിയേക്കുന്നത് പോലീസ് എന്ന് വിചാരിച്ചു. ഇതൊക്കെ അത്തരത്തിൽ ഒരു കൺഫ്യൂസിംഗ് ആയിട്ട് പോലീസിനെ കൺഫ്യൂസ് ചെയ്യുന്നതിനും അന്വേഷണത്തെ വഴിതെറ്റിക്കുന്നതിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ കാൽക്കുലേറ്റഡ് ആയിട്ട് നടത്തിയിരുന്ന ഒരു കുറ്റകൃത്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് പ്രതി കാണിച്ചിട്ടുള്ള ഒരു ശ്രമമാണത്. അത് കോടതി തള്ളിക്കളഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്തരത്തിൽ കൺവിക്ഷൻ ഉണ്ടായത്. അപ്പോൾ അതിൽ അയാളുടെ കാൽക്കുലേറ്റഡ് അറ്റംപ്റ്റ്, കുറ്റകൃത്യം നടന്നതിന് ശേഷമുള്ള അറ്റംപ്റ്റ് എല്ലാം തന്നെ വളരെ കോൺഷ്യസും വളരെ ഡെലിബറേറ്റുമായിരുന്നു. കാരണം എല്ലാവരും മരണപ്പെട്ടു എന്നുള്ളൊരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാനാണല്ലോ അത്തരത്തിലുണ്ടായത്. അപ്പോൾ എല്ലാവരും മരണപ്പെട്ടു എന്ന് പറഞ്ഞതിന് ശേഷം താനങ്ങ് രക്ഷപ്പെടുമ്പോൾ ഇക്കാര്യത്തിൽ അപ്പോൾ അതിനെ അത്തരത്തിൽ ഒരു കോൺഷ്യസ് ആയിട്ട് നടത്തിയൊരു രീതി പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് അന്ന് ഉണ്ടായത്. അതിൽ നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തി അത്തരത്തിൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് അന്വേഷണ സമയത്തും അത് റൂൾ ഔട്ട് ചെയ്ത് കളഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിയും അത് അംഗീകരിച്ചു. അങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയാണ് അദ്ദേഹം. മാതൃഭൂമി ന്യൂസിനോട് വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ്.